ഹായ് ഫ്രണ്ട്സ്, മമ്മിയുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂടുള്ള ചോറിലേക്ക് കറി കുറച്ചൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഉരുള ഞാൻ കഴിച്ചു. അതിന് എന്താ സ്വാദെന്നറിയോ? അപ്പം മമ്മി പറഞ്ഞു കുറച്ച് പപ്പടവും കൂടി ഇട്ട് കഴിക്കാൻ. അപ്പം പപ്പടം ഒന്ന് ഉടച്ച് അതിൻ്റെ മുകളിലിട്ട് ഞാൻ ഒരു ഉരുളയും കൂടെ കഴിച്ചു. അതിലും നല്ല സ്വാദായിരുന്നു. അപ്പം മമ്മി ഇന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വറുത്ത് വെച്ചത്. അതും കൂട്ടി ഞാൻ കുറച്ച് ഒരു വായും കൂടെ ഉണ്ടു. അതിലും നല്ല സ്വാദായിരുന്നു. ഞങ്ങൾ ഇന്ന് പാവയ്ക്ക പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പറമ്പിൽ പറിച്ചെടുത്ത പാവയ്ക്കാണേ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? ഒരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. അതൊന്ന് പതുക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടുക. ഒരു സ്പൂൺ കടുക്. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഒരു കൈപ്പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് പതുക്കെ വാടി വരുമ്പോൾ അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി വഴട്ടുക. ദേ ഇപ്പം ഇത്തിരി വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴട്ടിയെടുക്കുക. അതിനോടൊപ്പം 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കുക. ഈ മിക്സ് ഒരു 1/4 വേവാകുമ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഈ മിക്സ് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്നു വരാൻ വേണ്ടിയുള്ള ഉപ്പ്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ സാദാ മുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കുത്തലുമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിൻ്റെ കുത്തലുമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ദേ 5 മിനിറ്റായി. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വാളംപുള്ളിയുടെ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ആ മൂടിയെടുത്ത് മാറ്റി ഇതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് 1 സ്പൂൺ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം മതി കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ദേ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചത് ഒരിക്കൽ കൂടി കാണണ്ടേ? കണ്ടോട്ടോ.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം മമ്മിയുടെ കിച്ചൺ.